ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ പ്രോഡക്ട്സ് പ്ലസ് മേക്കപ്പ് പ്രോഡക്ട്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വെക്കേഷൻ ടൈമിൽ പോസ്റ്റ് ഇട്ട ടൈമിൽ കൂടുതൽ പേരും ഈ വീഡിയോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് തന്നെ തുടങ്ങാം. അപ്പോൾ എനിക്ക് ഒരു ബോക്സ് കണ്ടോ, ഇതെനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് പേഴ്സൺ തന്നൊരു ഗിഫ്റ്റ് ബോക്സ് ആണ്. അപ്പോൾ അതിലാണ് എല്ലാം ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗിഫ്റ്റൊക്കെ നമ്മൾ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്കിൻ കെയർ പ്രോഡക്ട്സ് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ റോസ് വാട്ടർ ആണ് കേട്ടോ. ഇത് ബഞ്ചാരാസിൻ്റെ റോസ് വാട്ടർ ആണ്. ഇത് അത്യാവശ്യം നല്ലൊരു റോസ് വാട്ടർ ആണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ ആണ്. ഇത് പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ബേസിക്കായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ഈ ലോട്ടസിൻ്റെ ലോട്ടസ് ഹെർബൽ സേഫ് സൺ PA+++ UVA SPF 50 ആണ് UVB. പക്ഷേ ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമായില്ല. കാരണം ഇതെനിക്ക് മുഖത്തിട്ടിട്ട് പിമ്പിൾസൊക്കെ വന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും എനിക്ക് ഇഷ്ടമായില്ല. എൻ്റെ ഫേസിന് ഒട്ടും മാച്ചല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫേസിന് മാച്ചായിട്ടുള്ള സൺസ്ക്രീൻ ഏതായാലും വാങ്ങിക്കുന്നതാണ്. ഇതിൻ്റെ 40 എനിക്ക് ഇഷ്ടമായി. അപ്പോൾ 50 കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ഇത് ബെറ്ററല്ല കഴിച്ച് എനിക്ക്. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 2 ഐറ്റംസ് ആണ്. ഇതാണ് ലാസ്റ്റ് എൻ്റെ ബേസിക് സ്കിൻ കെയർ പ്രോഡക്റ്റ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് കെയർ വേണമല്ലോ. എന്തായാലും ലിപ്പ് നമ്മൾ കെയർ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് 2 ലിപ് ബാമാണ്. ഇത് ഹിമാലയയുടെ ലിപ് ബാമാണ് കേട്ടോ. പിന്നെ ഇത് ബേബി ലിപ്സിൻ്റെ ലിപ് ബാമാണ്. അപ്പോൾ ഈ 2 ലിപ് ബാമാണ് പിന്നെ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മേക്കപ്പ് പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ബോക്സ്, മേക്കപ്പ് സെറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇത് ജസ്റ്റ് ഗോൾഡിൻ്റെ മേക്കപ്പ് സെറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, ഇത് ഗ്ലൂ ആയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വന്നിട്ട്. 2 കോമ്പാക്റ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ഐ ഷാഡോസ്, ബ്ലഷ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേക്കപ്പ് സെറ്റ്സാണ്. ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാറില്ല, ഇങ്ങനെ ബോക്സാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യേണ്ട, കാരണം അലമ്പായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡറാണ്. പൗഡർ ഇല്ലാതെ എനിക്ക് പറ്റില്ല. എനിക്ക് ഫസ്റ്റൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു പൗഡർ, കാരണം ഞാൻ യൂസേ ചെയ്യാറുണ്ടായിട്ടില്ല. അപ്പം മമ്മ യൂസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറയും, മമ്മ ഈ പൗഡറൊക്കെ എന്തിനാണ് വെറുതെ ഇടുന്നത്. ഞാൻ ആ ടൈമിലൊന്നും ഇടില്ല. എനിക്കിങ്ങനെ ഫാഷനബിൾ കാര്യം തന്നെ അറിയില്ല. നമ്മുടെ ഓയിലി സ്കിൻ ആയത് കാരണം പൗഡറൊന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഓയിലി ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് മമ്മ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ അഡിക്റ്റാണ്. ഇത് യാഡ്ലിയുടെ ലണ്ടൻ ഇമ്പീരിയൽ ജാസ്മിൻ പെർഫ്യൂമിൻ്റെ ടാൽക്കം പൗഡറാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു സാധനം കൂടി ഞാൻ മറന്നു കേട്ടോ. സ്കിൻ കെയർ പ്രോഡക്ട്സിൽ ഫേസ് വാഷിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നു പോയി കേട്ടോ. ഫേസ് വാഷും കൂടി ഉണ്ട്, ഞാൻ മറന്നു പോയതാണ്. ഇപ്പോൾ ഇതിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത് ലോട്ടസിൻ്റെ ഹെർബൽസ് ജോജോബ വാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ഇത് എന്തായാലും അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫേസ് വാഷാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോരോ കുഞ്ഞു ഒരു ഐറ്റംസ് ഉണ്ട്, ഒരു ജെല്ല് പോലെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതെനിക്കിത് മെയിനായിട്ട് ഇഷ്ടപ്പെടാനുള്ളൊരു കാര്യം. കൗതുകം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ 2 ഐലൈനറാണ്. ഇത് കമ്പനി ഏതാണെന്നൊന്നുമില്ല കേട്ടോ. ഇത് ഏതോ ഒരു ഐലൈനറാണ്. ഇത് നമ്മുടെ സ്റ്റിക്ക് ഐലൈനർ അങ്ങനെ എന്തോ ഇതിന് പറയുക, അതാണ് കേട്ടോ. ഇതിൽ 24 hours ഉണ്ട്, 36 hours ലോങ് ലാസ്റ്റിക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ പൊട്ടയാണ്. സംഭവം കുഴപ്പമില്ലാത്ത ഐലൈനറാണ്. പക്ഷേ ഈ പറഞ്ഞത് പൊട്ടയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അങ്ങനെയൊന്നുമില്ല, അവർ വെറുതെ എഴുതി കൊടുക്കണതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേതിനേക്കാളും ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ. പിന്നെ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ്റെ അടപ്പിളകിയിരിക്കുകയാണ് കേട്ടോ. സംഭവം ഇത് ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ല, ഇതിപ്പോൾ അങ്ങനെ അടർന്ന് പോവാണ്. ഇത് മിലാപ്പിൻ്റെ പോപ്പപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. ഇത് നാച്ചുറൽ ബേക്കോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. പിന്നെ അടുത്തത് എന്താ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ലാസ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക്കാണ് വന്നിട്ട്. 2 ലിപ്സ്റ്റിക്കാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. ഇത് മിലാപ്പിൻ്റെ മാച്ച് ലിക്വിഡ് ലിപ്സ്റ്റിക് നോൺ ട്രാൻസ്ഫർ ആണ്. ഇത് കാശ്മീർ 650 ആണ് കേട്ടോ ഷെയ്ഡ്. പിന്നെ ഇത് ഡാസ്ലറിൻ്റെ DLA25 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ് ഷെയ്ഡാണ്. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. ഇത് കട്ട പിടിച്ച് പോയി കേട്ടോ. അത് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചതാണ്. ഇതാകെ കഴിഞ്ഞു തോന്നുന്നു, അതോ കട്ട പിടിച്ചത് അങ്ങനെ എന്തോ ആണ്. പക്ഷേ ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇതിന് സ്മെല്ലൊന്നും, കളറ് കുഴപ്പമില്ല, സ്മെല്ല് എനിക്ക് വലിയ ഇഷ്ടമായില്ല. കളറ് ഓക്കെയാണ്. ഇതിൻ്റെ സ്മെല്ലൊരു ടോണിക് സ്മെല്ലാണ്, പക്ഷേ
മൊത്തത്തിൽ പൊളിയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മസ്കാരയും കൂടി ഉണ്ട് കേട്ടോ. മസ്കാര നമുക്ക് നമ്മുടെ ജസ്റ്റ് ഗോൾഡിൻ്റെ ഈ ഒരു മേക്കപ്പ് കിറ്റിൽ കിട്ടിയതാണ്. അത് ഞാൻ എടുക്കാൻ മറന്നു, അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് സെറ്റ് മേക്കപ്പ് പ്രോഡക്ട്സും സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പുറത്ത് ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്ന കാരണം നമ്മുടെ പുറത്തത്തെ നാച്ചുറൽ സൗണ്ട്സ് ഒക്കെ ഉണ്ടാവും, കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലവ് യു ഗൈസ്, ബൈ ബൈ.